നമസ്കാരം. KC വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ്. പ്രധാന വാർത്തകൾ. ഭൂമിയിൽ ജലമില്ല, പിന്നെ എങ്ങനെ വിതരണം ചെയ്യുമെന്ന് ആഭ്യന്തരമന്ത്രിയുടെ PA ജോൺ തോമസ്. ചോദ്യം മന്ത്രിയുടെ മണ്ഡലത്തിലെ ജനങ്ങളോട്. JSS 6ാം സംസ്ഥാന സമ്മേളനം ജനുവരി 24 മുതൽ 26 വരെ ആലപ്പുഴയിൽ. കേരള വാട്ടർ അതോറിറ്റിയെ വെള്ളത്തിലാക്കരുതെന്നാവശ്യപ്പെട്ട് എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന വ്യാപകമായി ധർണ നടത്തി. വാർത്തകൾ വിശദമായി. ഭൂമിയിൽ വെള്ളമില്ലാതെ ഞങ്ങൾ നിങ്ങൾക്കെങ്ങനെ വെള്ളം തരുമെന്ന് ആഭ്യന്തരമന്ത്രിയുടെ PA ജോൺ തോമസ് പറഞ്ഞതായി കേരള ഭൂഷണം ലേഖിക പുഷ്പലത. വിയ്യപുരം ചെറുതന പഞ്ചായത്തിലെ ജനങ്ങൾക്ക് കുടിവെള്ളം ലഭിച്ചിട്ട് മാസങ്ങളായി. ഈ മണ്ഡലത്തിലെ ജനപ്രതിനിധി കൂടിയായ ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടിട്ട് പോലും യാതൊരു അനുകൂല നടപടിയും ഉണ്ടായിട്ടില്ല എന്നും പുഷ്പലത പറഞ്ഞു. ചെറുതന പഞ്ചായത്ത് 3ാം വാർഡ് വെങ്കിടച്ചിറ നിവാസികളാണ്. ഇവിടെ വെങ്കിടച്ചിറ എന്നാണ് ഈ പ്രദേശത്തെ അറിയപ്പെടുന്നത്. 70ഓളം കുടുംബങ്ങളുണ്ട്. കാരണം ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ആർക്കും സ്വന്തമായിട്ട് കിണറുകളില്ല, പൈപ്പുകളില്ല. കാരണം ഈ പഞ്ചായത്തിന്റെ ഈ പൊതുടാപ്പുകളിൽ നിന്നാണ് വെള്ളം ഉപയോഗിക്കുന്നത്. കാരണം ഞങ്ങൾ ബന്ധപ്പെട്ട അധികാരികളോട് ഇവിടുത്തെ ജനപ്രതിനിധികളോടും എല്ലാം പരാതി പറയുന്നുണ്ട്. പക്ഷെ ആരുടെ ഭാഗത്തു നിന്ന് ഇന്നുവരെ ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. ഈ നദിയിലെ മലിനജലമാണ് ഇവിടുത്തെ ജനങ്ങൾ ഉപയോഗിക്കുന്നത്. ഈ വെള്ളം ഉപയോഗിക്കുന്നത് കാരണം ജലജന്യ രോഗങ്ങളുണ്ട്. അത് ആടുമാടുകൾക്കും മറ്റുമൊക്കെ ഈ രോഗങ്ങളുണ്ട്. വകവയ്യോളം പാടത്ത് കഷ്ടപ്പെട്ടിട്ട് അന്ത്യയാകുമ്പോഴേ കൊടു കയറിക്കൊണ്ടാണ് ഇവിടുള്ള ഗ്രാമവാസികൾ വെള്ളം കോരിക്കൊണ്ട് വരുന്നത്. കാരണം എന്തുകൊണ്ടും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടുത്തെ ആഭ്യന്തരമന്ത്രിയും ജനപ്രതിനിധിയായ MLA രമേശ് ചെന്നിത്തലയുടെ പിരീഡ് ഇന്നലെ രാത്രി ഞാൻ 9 മണിക്ക് വിളിച്ചപ്പം ജോൺ തോമസ് എന്നോട് പറഞ്ഞത്, കാരണം ഭൂമി വെള്ളമില്ലാതെ നിങ്ങൾക്ക് ഞങ്ങൾ എങ്ങനെ വെള്ളം തരാനെന്ന് പറഞ്ഞത്. കാരണം അത് കിട്ടിയ കാരണം ഞാനും ജോൺ തോമസ് എന്ന് പറയുന്നത് നല്ലൊരു സൗഹൃദത്തിലുള്ള ആൾ എന്നോട് പറഞ്ഞതാണ്. വാട്ടർ അതോറിറ്റി വിളിച്ചപ്പോൾ അവർ പറയുന്നത് മോട്ടർ കേടാന്ന്. പക്ഷെ ആ കേടായ മോട്ടർ അവർക്ക് ശരിയാക്കാമല്ലോ. ആരും തന്നെ പ്രതികരിക്കുന്നില്ല. 100ൽ പരം കുടുംബങ്ങളാണ് ചെറുതന വെങ്കിടച്ചിറയിലെ താമസക്കാർ. പാടശേഖരങ്ങളിലെ മലിനജലവും ഹരിപ്പാട് തുടങ്ങിയ പ്രദേശങ്ങളിലെ കടക്കാർ പുറന്തള്ളുന്ന ആടുമാടുകളുടെയും ഇറച്ചിക്കോഴികളുടെയും അവശിഷ്ടങ്ങളും അച്ചൻകോവിലാറിനെയും മലിനമാക്കുന്നു. ഇത് പ്രദേശവാസികൾക്ക് തീർത്തും ദുരിതമാണ് സമ്മാനിക്കുന്നത്. കുടിവെള്ളം മുടങ്ങിയതോടെ അച്ചൻകോവിലാറ്റിലെ ജലമാണ് ജനങ്ങൾ കുടിവെള്ളമായി ഉപയോഗിച്ചു വന്നിരുന്നത്. 1/2 കിലോമീറ്ററോളം ദൂരം താണ്ടിയാണ് ഇവിടുത്തുകാർ ആറ്റിൽ നിന്നും കുടിവെള്ളം ശേഖരിക്കുന്നത്. പൊട്ടിപ്പൊളിഞ്ഞ റോഡും ശുദ്ധജലത്തിന്റെ അഭാവവും പുഴയുടെ മലിനീകരണവും ഒക്കെ കൂടി ഈ ഗ്രാമീണരുടെ ജീവിതം തീർത്തും ദുസ്സഹമാക്കുകയാണ്. വിയ്യപുരം അച്ചൻകോവിലാറ്റിൽ നിന്നും ജലം ശേഖരിച്ച് തലയിലും ഒക്കത്തുമൊക്കെയായി കുടവും ചുമന്നു പോകുന്ന കാഴ്ച രാജസ്ഥാനിലെ ഏതോ മരുഭൂമിയിലെ ദൃശ്യങ്ങളാണ് നമ്മെ ഓർമ്മിപ്പിക്കുക. ന്യൂസ് ഡെസ്ക് KCV. JSS 6ാം സംസ്ഥാന സമ്മേളനം 24 മുതൽ 26 വരെയുള്ള തീയതികളിൽ ആലപ്പുഴയിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 6ാമത് സംസ്ഥാന സമ്മേളനമാണ് 24, 25, 26 തീയതികളിലായിട്ട് ആലപ്പുഴ ജനറൽ ആശുപത്രി ജംഗ്ഷനിലുള്ള റൈബാൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുന്നത്. അതിൽ പ്രധാനമായിട്ടും കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിന് ശേഷം 3 വർഷക്കാലത്തെ അന്തർദേശീയ, ദേശീയ, സംസ്ഥാന രാഷ്ട്രീയ സ്ഥിതിയെക്കുറിച്ചുള്ള റിപ്പോർട്ടും കഴിഞ്ഞ ഏപ്രിൽ 20-ാം തീയതി UDF വിടാനായി പാർട്ടി സംസ്ഥാന കമ്മിറ്റി എടുത്ത തീരുമാനവും പാർട്ടിയുടെ സംഘടനാ പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകളും ഒക്കെ തന്നെ ഈ വരുന്ന 3 ദിവസങ്ങളിലുണ്ടാകും. റെയ്ബാൻ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനം KR ഗൗരിയമ്മ ഉദ്ഘാടനം ചെയ്യും. UDF വിടണമെന്ന JSS സംസ്ഥാന കമ്മിറ്റി തീരുമാനം സമ്മേളനം ചർച്ച ചെയ്യും. 24 രാവിലെ 11 മണിക്ക് പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് AN രാജൻ ബാബു പതാക ഉയർത്തും. തുടർന്ന് രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും പ്രസീഡിയം, സബ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ്, പ്രമേയാവതരണം എന്നിവ നടക്കും. ഉച്ചകഴിഞ്ഞ് പാർട്ടി ജനറൽ സെക്രട്ടറി KR ഗൗരിയമ്മ റിപ്പോർട്ട് അവതരിപ്പിക്കും. 25-ന് ജില്ലാ തിരിച്ചുള്ള പ്രതിനിധികളുടെ ചർച്ച നടക്കും. 26-ന് പ്രമേയാവതരണവും ചർച്ചയ്ക്ക് മറുപടിയും ജനറൽ സെക്രട്ടറി പറയും. 14 ജില്ലകളിൽ നിന്നായി തെരഞ്ഞെടുക്കപ്പെട്ട 350-ൽ പരം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. അന്തർദേശീയ, ദേശീയ, സംസ്ഥാന രാഷ്ട്രീയ സ്ഥിതിഗതികളെക്കുറിച്ചും UDF വിടണമെന്ന സംസ്ഥാന കമ്മിറ്റി തീരുമാനവും സമ്മേളനം ചർച്ച ചെയ്യുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ JSS സംസ്ഥാന സെക്രട്ടറി VH സത്ജിത്ത്, ജില്ലാ സെക്രട്ടറി അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു.
കേരള വാട്ടർ അതോറിറ്റിയെ ദുർബലപ്പെടുത്താനുള്ള നീക്കം അവസാനിപ്പിക്കുക, ജീവനക്കാരുടെ പ്രമോഷൻ കാലതാമസം ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി ജില്ലാ കേന്ദ്രങ്ങളിൽ കൂട്ടധർണ നടത്തി. ആലപ്പുഴ വഴിച്ചേരി വാട്ടർ അതോറിറ്റിക്ക് മുമ്പിൽ നടന്ന ധർണ CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി PP ചിത്തരഞ്ജൻ ഉദ്ഘാടനം ചെയ്തു. യഥാർത്ഥത്തിൽ ഈ സ്ഥാപനം ഇപ്പോൾ ഇങ്ങനെയെങ്കിലും നിലനിൽക്കുന്നത് നമ്മൾ അഭിമാനത്തോട് നിങ്ങൾക്ക് പറയാം. ഞാൻ CITUവിന്റെ സ്റ്റേറ്റ് കമ്മിറ്റിക്ക് വരുമ്പോ മോഹനസഖാവിനെ കാണുമ്പോൾ അദ്ദേഹം ഇപ്പോൾ ജനറൽ സെക്രട്ടറി സ്ഥാനം മാറിയെങ്കിലും അദ്ദേഹത്തോട് വളരെ അഭിനന്ദനാർഹമായി ഞങ്ങൾ എല്ലാവരും ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ട്. നമ്മുടെ സംഘടന നടത്തിയ കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ നടത്തിയ ഉജ്ജലമായിട്ടുള്ള പോരാട്ടം കൊണ്ട് മാത്രമാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഈ സ്ഥാപനം ഇതുപോലെ നിലനിൽക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തെ കുടിവെള്ള വിതരണ മേഖലയെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന്റെ മോഡൽ, അതാണ് ഈ സിയാൽ എന്ന് പറയുന്നത്. ആൾക്കാർ പലരും വിചാരിക്കുന്നത് വേറെ ഏതാണ്ട് സാധനമാണെന്നാണ്. സിയാൽ എന്ന് വെച്ചാൽ ആ മോഡലാണ്. ആ മോഡൽ കമ്പനിയാക്കി മാറ്റി ഈ നാട്ടിൽ ശുദ്ധജലം എടുത്തുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന ഉപഭോക്താക്കളായിട്ടുള്ള ആൾക്കാർ അവര് വലിയ തോതിൽ കൊള്ളയടിക്കപ്പെടാനും നാട്ടിൽ സൗജന്യമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് ജില്ലാ വൈസ് പ്രസിഡന്റ് CR പ്രസാദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അബ്ദുള്ളക്കോയ, രമേശൻ തുടങ്ങിയവർ പങ്കെടുത്തു. പത്തനംതിട്ട ജില്ലാ ആസൂത്രണ സമിതി യോഗം ജനുവരി 27 രാവിലെ 11:30 ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ചേരും. ബന്ധപ്പെട്ടവർ യോഗത്തിൽ പങ്കെടുക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. മലയാള ഭാഷയ്ക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചതിന്റെ ഭാഗമായി ആലപ്പുഴ ജില്ലയിലെ തിരഞ്ഞെടുത്ത സ്കൂളുകളിൽ സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടും സാംസ്കാരിക വകുപ്പും സംയുക്തമായി നടത്തുന്ന അക്ഷരയാത്ര ജനുവരി 24, 25 തീയതികളിൽ ആലപ്പുഴ മുഹമ്മദൻ സ്കൂളിൽ നടക്കും. 2 ദിവസമായി നടക്കുന്ന അക്ഷരയാത്ര പരിപാടിയുടെ ഉദ്ഘാടനം 24 രാവിലെ 10 ജില്ലാ കളക്ടർ N. പത്മകുമാർ നിർവഹിക്കും. സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ പ്രൊഫസർ നെടുമുടി ഹരികുമാർ അധ്യക്ഷത വഹിക്കും. വോട്ടർ പട്ടികയിൽ പുതുതായി പേര് ചേർത്ത ഏറ്റുമാനൂർ, കോട്ടയം, പുതുപ്പള്ളി നിയോജക മണ്ഡലങ്ങളിലെ വോട്ടർമാർക്കുള്ള തിരിച്ചറിയൽ കാർഡുകൾ ജനുവരി 25 രാവിലെ 10 അതത് പോളിംഗ് സ്റ്റേഷനുകളിൽ വിതരണം ചെയ്യുമെന്ന് കോട്ടയം തഹസിൽദാർ അറിയിച്ചു. നാഷണൽ യൂണിയൻ ഓഫ് BSNL വർക്കേഴ്സ് യൂണിയൻ 6ാം ജില്ലാ സമ്മേളനം ആലപ്പുഴയിൽ നടന്നു. നരസിംഹപുരം ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം DCC പ്രസിഡന്റ് A. ഷുക്കൂർ ഉദ്ഘാടനം ചെയ്തു. നല്ല നടപടികൾ എടുക്കാനും കഴിഞ്ഞത് തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു രാജ്യമാണ് നമ്മുടെ സാമ്പത്തിക നയം തന്നെ അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളതാണ് എന്നതിന് യാതൊരു തർക്കവുമില്ല. നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യമാകുന്ന കാലഘട്ടം മുതൽ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നയ രൂപീകരണവും നയ സമീപനങ്ങളും അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ രാജ്യത്തിനുണ്ടായ വളർച്ചയും പുരോഗതിയും നമ്മളിന്ന് വിലയിരുത്തുമ്പോൾ എത്രമാത്രം കുതിപ്പോടുകൂടി മറ്റ് ലോക രാഷ്ട്രങ്ങൾക്ക് അഭിമാനകരമായ സാഹചര്യങ്ങൾ ഒരുക്കി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്ന് തെളിയിക്കപ്പെടുന്ന എത്രയോ സംഭവങ്ങൾ, എത്രയോ നല്ല പ്രവർത്തനങ്ങളുടെ ഗുണഫലങ്ങൾ സമൂഹത്തിൽ എത്തിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടത്തെയാണ് നമ്മൾ കാണുന്നത്. നാഷണൽ എംപ്ലോയീസ് ഓഫ് BSNL വർക്കേഴ്സ് ജില്ലാ പ്രസിഡന്റ് AJ വർഗീസ് അധ്യക്ഷത വഹിച്ചു. INTUC ജില്ലാ പ്രസിഡന്റ് ബാബു ജോർജ്, AV ജോസ്, PJ ജോർജ്, NV സോമൻ, R മനോഹരൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രതിനിധി സമ്മേളനത്തോട് അനുബന്ധിച്ച് മെറിറ്റ് അവാർഡ് വിതരണം, വിരമിച്ച അംഗങ്ങൾക്കുള്ള ഉപകാര സമർപ്പണം എന്നിവയും നടന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി ആസൂത്രണവും സബ്സിഡിയും അനുബന്ധ വിഷയങ്ങളും സംബന്ധിച്ച് സർക്കാരിന്റെ പരിഷ്കരിച്ച മാർഗരേഖ പത്തനംതിട്ട ജില്ലാ ആസൂത്രണ സമിതി ചെയർമാനും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ ഡോക്ടർ സജി ചാക്കോയുടെ അധ്യക്ഷതയിൽ ചേർന്ന പ്രത്യേക യോഗം ചർച്ച ചെയ്തു. ജില്ലാ കളക്ടർ പ്രണബ് ജ്യോതിനാഥ്, അസിസ്റ്റന്റ് കളക്ടർ PV നൂഹ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. പത്തനംതിട്ട ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും റിപ്പബ്ലിക് ദിനത്തിൽ ദേശീയ പതാക ഉയർത്തണമെന്ന് ജില്ലാ കളക്ടർ പ്രണബ് ജ്യോതിനാഥ് നിർദ്ദേശിച്ചു. ചില സ്വകാര്യ സ്കൂളുകൾ റിപ്പബ്ലിക് ദിനത്തിൽ ദേശീയ പതാക ഉയർത്താത്തത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള സ്കൂളുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ചമ്പക്കുളം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 109ാമത് വാർഷികം വെള്ളിയാഴ്ച നടക്കും. 30 വർഷത്തെ ഔദ്യോഗിക അധ്യാപന ജീവിതത്തിൽ നിന്ന് വിട പറയുകയാണ് ലിസമ്മ ടീച്ചർ. ചമ്പക്കുളം സെന്റ് മേരീസ് സ്കൂളിൽ നിന്ന് ലിസമ്മ ടീച്ചറിന്റെ വിദ്യാർത്ഥികൾക്കും ടീച്ചറിനുമൊപ്പം അധ്യാപക വൃത്തി എന്ന് പറയുന്നത് വളരെ സന്തോഷകരമായ ഒരു അനുഭവമാണ്. കാരണം ഈ കുട്ടികളോടൊത്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ കളിച്ചും ചിരിച്ചും അവരുടെ സ്നേഹം നൂർന്നുമൊക്കെ ജീവിക്കുക എന്ന് പറയുന്നത് വളരെ സംതൃപ്തി നൽകുന്ന ഒരു ഔദ്യോഗിക പദവിയാണ്. ചമ്പക്കുളം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ 109ാം വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ചാണ് ലിസമ്മ ടീച്ചർക്കുള്ള യാത്രയയപ്പ് സമ്മേളനവും സംഘടിപ്പിച്ചിരിക്കുന്നത്. വെള്ളിയാഴ്ച നടക്കുന്ന വാർഷിക സമ്മേളനം ഫാദർ മാത്യു നടുമുഖത്ത് ഉദ്ഘാടനം ചെയ്യും. ചങ്ങനാശ്ശേരി SB ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ് മാസ്റ്റർ ജോസ് പയസ് മുഖ്യ പ്രഭാഷണം നടത്തും. തുടർന്ന് ലിസമ്മ ടീച്ചർക്ക് യാത്രയയപ്പ് നൽകും. 1986 കരുമാടി സെന്റ് നിക്കോളാസ് LP സ്കൂളിൽ നിന്നാണ് ലിസമ്മ ടീച്ചർ ഔദ്യോഗിക ജീവിതത്തിലേക്ക് എത്തുന്നത്. 3 ദശാബ്ദത്തോളം നീണ്ട അധ്യാപന പരിചയം, സാമൂഹ്യശാസ്ത്രം,
തലനാരിഴകേറി വിദ്യാർത്ഥികളിലേക്ക് പകർന്ന അധ്യാപികയാണ് ടീച്ചറെന്ന് വിദ്യാർത്ഥികൾ ഒന്നടങ്കം പറയുന്നു. ലഘുവായ വാക്കുകളിലൂടെ വിദ്യാർത്ഥി മനസ്സിനെ കവർന്ന് ചരിത്രം മനസ്സിലേക്ക് നൽകുന്ന അമ്മ, അല്ലെങ്കിൽ ചരിത്രമെന്ന ഭാഷയെ ലഘൂകരിച്ച് എത്രത്തോളം ചെറുതാക്കി തീർക്കാവോ A+ നേടുന്ന വിധത്തിൽ തന്നെ നമ്മുടെ മനസ്സിലേക്ക് കവർന്നു തന്നെയാണ് ഞങ്ങൾ ടീച്ചർ. അമിത മദ്യ ആസക്തിക്കെതിരെ യുവാക്കളെ ബോധവത്കരിക്കുന്നതിനായി സംസ്ഥാന യുവജനക്ഷേമ ബോർഡും എക്സൈസ് വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന യുവജാഗ്രതാ യാത്ര ജനുവരി 23 മുതൽ 27 വരെ കോട്ടയം ജില്ലയിൽ പര്യടനം നടത്തും. പരിപാടിയോട് അനുബന്ധിച്ചുള്ള സിനിമാ പ്രദർശനം ജനുവരി 25 മുതൽ 29 വരെ ജില്ലയിലെ വിവിധ ഹയർ സെക്കൻഡറി സ്കൂളുകൾ, പൊതുസ്ഥലങ്ങൾ, ജുവനൈൽ ഹോം എന്നിവിടങ്ങളിൽ നടക്കും. ആലപ്പുഴ ജില്ലയിൽ മൊബൈൽ ടവറുകൾ സ്ഥാപിക്കുന്ന സേവനദാതാക്കൾ ജില്ലാ കളക്ടർ ചെയർമാനായുള്ള ജില്ലാതല ടെലികോം കമ്മിറ്റിയുടെ അനുമതി വാങ്ങണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. AC റോഡിൽ അനധികൃത കയ്യേറ്റങ്ങളും കമാനങ്ങളും ഒഴിപ്പിച്ച് PWD ഉദ്യോഗസ്ഥർ. മുഖ്യമന്ത്രിക്ക് അഭിവാദ്യം അർപ്പിച്ച AC റോഡിന് കുറുകെ കിടങ്ങറയിൽ സ്ഥാപിച്ച കമാനം നീക്കം ചെയ്യാൻ ഇവർ മടിക്കുന്നു. ഒരു റിപ്പോർട്ട്. AC റോഡിലെ ഗതാഗത നിയന്ത്രണത്തിനും അപകടങ്ങൾ ഒഴിവാക്കുന്നതിനും വേണ്ടി PWD റോഡ് കയ്യേറി നിർമ്മിച്ച പെട്ടിക്കടകൾ, ബാനറുകൾ, ഫ്ലെക്സുകൾ, ബോർഡുകൾ തുടങ്ങിയവയെല്ലാം ഒഴിപ്പിക്കുമ്പോഴും AC കനാൽ നവീകരണത്തിന്റെ ഉദ്ഘാടനത്തിനു വേണ്ടി AC റോഡിന് കുറുകെ മുഖ്യമന്ത്രിക്ക് അഭിവാദ്യം അർപ്പിച്ച് നിർമ്മിച്ച ആർച്ച് നീക്കം ചെയ്യാൻ ഉദ്ഘാടനം കഴിഞ്ഞ് ദിവസങ്ങൾ പലത് കഴിഞ്ഞിട്ടും PWDക്ക് കഴിഞ്ഞിട്ടില്ല. കിടങ്ങറ പാലത്തിന് കിഴക്കുവശം ബസ് സ്റ്റോപ്പിന് സമീപത്ത് സ്ഥാപിച്ചിട്ടുള്ള കമാനം മൂലം വാഹന ഗതാഗതത്തിന് തടസ്സം നേരിട്ടിട്ടും അധികാരികൾ യാതൊരു നടപടിയും സ്വീകരിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. ജനുവരി 23 നടത്താൻ നിശ്ചയിച്ചിരുന്ന LPG ഓപ്പൺ ഫോറം ഫെബ്രുവരി 3 മാറ്റിവെച്ചതായി കോട്ടയം ജില്ലാ കളക്ടർ അറിയിച്ചു. രാവിലെ 11 കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിലാണ് യോഗം നടക്കുക. ഇനിയൊരു ഇടവേള. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മളുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ. ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്. സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി. സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കുമല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ. പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BAS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. മാത്രമല്ല 916 BAS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയാണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലയ്ക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയെക്കുറിച്ച് ടോണി ചിറ്റിലപ്പള്ളി രചിച്ച പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം ശനിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സൗമ്യം സാന്ദ്രം ആലഞ്ചേരി പിതാവിനോടൊപ്പം ഒരു ചെറുസഞ്ചാരം എന്നതാണ് പുസ്തകത്തിന്റെ പേര്. ആ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ നിയമസഭാ സ്പീക്കർ ശ്രീ ജി കാർത്തികേയൻ അവറുകളാണ്. അഭിമന്യ മാർ ജോസഫ് പൗവത്തിൽ പിതാവ് ആ യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. മുൻ ചീഫ് സെക്രട്ടറി ശ്രീ ഡി ബാബു പോൾ ഈ പ്രബന്ധം അവതരിപ്പിക്കും. നമ്മുടെ പ്രിയങ്കരനായ MLA ശ്രീ CF തോമസ് സാറ് ഇവർക്ക് മൊമെന്റോ സമർപ്പിക്കുന്നു. ഗ്രന്ഥകർത്താവ്. ഇതാണ്
അവിടെ നടക്കുന്ന ചടങ്ങ്. ശ്രീ ടോണി ചിറ്റിലപ്പള്ളി ആണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. രാവിലെ 9:30 ചങ്ങനാശ്ശേരി SB കോളേജ് പടിയറ ഹാളിൽ വെച്ച് നടക്കുന്ന ലോകം എങ്ങോട്ട്, ആധുനിക ലോകം നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ നടക്കുന്ന സിമ്പോസിയത്തിൽ വെച്ച് സൗമ്യം ശാന്തം ആലഞ്ചേരി പിതാവിനൊപ്പം ഒരു ചെറുസഞ്ചാരം എന്ന പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിയമസഭാ സ്പീക്കർ G. കാർത്തികേയൻ നിർവഹിക്കും. ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പൗവത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ CF തോമസ് MLA ഗ്രന്ഥകർത്താവിന് മെമന്റോ സമർപ്പിക്കും. മുൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ ബാബു പോൾ മുഖ്യപ്രഭാഷണം നടത്തും. ചടങ്ങിൽ VJ ലാലി, ഫാദർ അലക്സ് കിഴക്കേപ്പറമ്പിൽ തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ VJ ലാലി, സണ്ണി തോമസ്, KC ജോസഫ്, സാംസൺ വലിയപറമ്പിൽ, ജെയിംസ് ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷന്റെ തിരുവനന്തപുരം കൈവനത്ത് പ്രവർത്തിക്കുന്ന വനിതകൾക്ക് മാത്രമായുള്ള ഫിനിഷിംഗ് സ്കൂളായ റീച്ചിൽ ഫെബ്രുവരിയിൽ ആരംഭിക്കുന്ന 60 ദിവസത്തെ പ്രൊഫഷണൽ ഗ്രൂമിംഗ് പ്രോഗ്രാം സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് പ്രവേശനം ആരംഭിച്ചു. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, സോഫ്റ്റ് സ്കിൽ, IT എന്നിവയാണ് കോഴ്സിന്റെ സവിശേഷത. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് പരിശീലനം സൌജന്യം. കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് പ്ലേസ്മെന്റ് സഹായം ലഭിക്കും. മത്സ്യഫെഡ് മത്സ്യബന്ധനത്തിലുള്ള ഡീസൽ എഞ്ചിൻ വിതരണം ചെയ്യുന്നു. NCDC പദ്ധതിയിൽ 50% സർക്കാർ സബ്സിഡിയോടെ മത്സ്യസംഘങ്ങൾ വഴി യാൻമാർ ഡീസൽ എഞ്ചിനാണ് ലഭിക്കുക. എഞ്ചിൻ ഘടിപ്പിക്കാനുള്ള വള്ളം നിലവിലുള്ളവർക്ക് മുൻഗണന ലഭിക്കും. അപേക്ഷ ജനുവരി 31 പ്രാഥമിക മത്സ്യത്തൊഴിലാളി വികസന ക്ഷേമ സഹകരണ സംഘങ്ങൾ വഴി നൽകണം. കൂടുതൽ വിവരം മത്സ്യഫെഡ് ജില്ലാ ഓഫീസിലും മത്സ്യഭവൻ ഓഫീസുകളിലും ലഭിക്കും. സമിതി നായകരുടെ ദേശീയ ദിനത്തോടനുബന്ധിച്ചുള്ള പത്തനംതിട്ട ജില്ലാതല ആഘോഷം ജനുവരി 25 രാവിലെ 11 കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേരും. മുൻ DGP ജേക്കബ് പുന്നൂസ് ഉദ്ഘാടനം ചെയ്യും. ജില്ലാ കളക്ടർ പ്രണബ് ജ്യോതിനാഥ് അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ ജില്ലാ പോലീസ് മേധാവി രാഹുൽ R. നായർ, അസിസ്റ്റന്റ് കളക്ടർ PV നൂഹ്, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റിന് ചുമതല വഹിക്കുന്ന ഡെപ്യൂട്ടി കളക്ടർ O. രാജു, ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ യമുന രവീന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിക്കും. ആലപ്പുഴ ഗവൺമെന്റ് നഴ്സിംഗ് സ്കൂളിന്റെ 43ാമത് ബാച്ചിന്റെ ലാബ് ലൈറ്റനിംഗ് സെറമണി നടന്നു. ആതുര സേവന വഴിയിലെ മാലാഖ ഫ്ലോറൻസ് നൈറ്റിൻഗേലിന് മുൻപിൽ ദീപം തെളിയിച്ചാണ് പുതിയ കർമ്മപഥത്തിലേക്ക് 43ാം ബാച്ചിലെ 23 വിദ്യാർത്ഥികൾ പരിശീലനത്തിന് ശേഷം പ്രവേശിച്ചത്. മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന ചടങ്ങ് ആലപ്പുഴ ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ S. ശ്രീദേവി ഉദ്ഘാടനം ചെയ്തു. ഗവൺമെന്റ് നഴ്സിംഗ് സ്കൂൾ പ്രിൻസിപ്പൽ D. കനകമ്മ ദീപം പകർന്നു നൽകി. പ്രിൻസിപ്പൽ വിജയമോഹനൻ, വൈസ് പ്രിൻസിപ്പൽ A. ശ്രീലത, KR കുസുമം, DJ സെലീന, സെബാസ്റ്റ്യൻ ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു. നമ്മുടെ പൊതുജനാരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും പ്രസക്തി വളരെയധികം ഏറിയിരിക്കുന്ന ഒരു അവസരമാണിത്. ആരോഗ്യവകുപ്പില് ഏകദേശം വളരെയധികം നാളത്തെ എക്സ്പീരിയൻസിൽ ഈ പരിപാടികൾ സംബന്ധിച്ച് നിങ്ങളെ അഭിസംബോധന ചെയ്യുവാനായിട്ട് ഇവിടെ നിൽക്കുമ്പോൾ ഈ നഴ്സിംഗ് മേഖലയിൽ നമ്മളായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ഇന്ന് നമ്മോടൊപ്പം ഇല്ലാത്ത എന്റെ 2 വന്യ സുഹൃത്തുക്കളെ ഓർമ്മിച്ചുകൊണ്ട് മാത്രമേ എനിക്ക് ഈ ചടങ്ങിൽ സംബന്ധിക്കാൻ കഴിയുകയുള്ളൂ. പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയത്തിൽ ഈ മാസം 26 നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രി VS ശിവകുമാർ അഭിവാദ്യം സ്വീകരിക്കും. ജവഹർ നവോദയ വിദ്യാലയം ഫെബ്രുവരി 8 നടത്തുന്ന സെലക്ഷൻ ടെസ്റ്റിലേക്കുള്ള ഹാൾ ടിക്കറ്റ് അതാത് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ നിന്ന് കൈപ്പറ്റണം. പരീക്ഷാർത്ഥികൾക്ക് ബന്ധപ്പെട്ട ഹെഡ്മാസ്റ്റർ മുഖേനയോ നേരിട്ടോ ഹാൾ ടിക്കറ്റ് കൈപ്പറ്റാം. പഴം, പച്ചക്കറി എന്നിവ ഉപ്പുവെള്ളത്തിലും പുളിവെള്ളത്തിലും കഴുകി ഉപയോഗിക്കണമെന്ന് ആരോഗ്യവകുപ്പ്. പാക്ക് ചെയ്ത സാധനങ്ങൾ വാങ്ങുമ്പോൾ ഉൽപാദന തീയതി രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്നും സാധനങ്ങൾ കാലാവധി കഴിഞ്ഞതല്ലെന്നും ഉറപ്പുവരുത്തണം. കറിവേപ്പില, ഏലം എന്നിവയാണ് കൂടുതൽ വിഷാംശം കണ്ടുവരുന്നത്. ഏലയ്ക്ക ഭക്ഷ്യധാന്യങ്ങളിൽ നേരിട്ട് ചേർക്കുന്നത് വിഷാംശം ഉള്ളിൽ കടക്കുന്നതിന് കാരണമാകുന്നു. ബേക്കറി സാധനങ്ങളിലും കറികളിലും രുചി കൂട്ടുന്നതിന് ഉപയോഗിക്കുന്ന അജിനോമോട്ടോ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. തന്മൂലം ബേക്കറി സാധനങ്ങൾ, ഹോട്ടൽ ഭക്ഷണം എന്നിവ ഒഴിവാക്കുക. മത്സ്യം ദീർഘനേരം കേടുകൂടാതെ സൂക്ഷിക്കുന്നതിന് അമോണിയ ചേർത്ത് ഐസ്, ഫോർമാലിൻ എന്നിവ ഉപയോഗിക്കുന്നത് വ്യാപകമാണ്. ഇത് അലർജി രോഗങ്ങൾക്ക് കാരണമാകും. ഉപ്പുവെള്ളത്തിൽ കഴുകുന്നത് പഴം, പച്ചക്കറി, മത്സ്യം എന്നിവയിലെ വിഷാംശം ഒരു പരിധിവരെ കുറയ്ക്കുന്നതിന് സഹായിക്കുമെന്നും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. 1 കിലോ വാട്ടിന്റെ 10,000 സൌരോർജ്ജ വൈദ്യുത നിലയ പദ്ധതിയുടെ അവസാന ഘട്ടമായി സംസ്ഥാനത്ത് 3,500 പേർക്ക് കൂടി അനർട്ട് സബ്സിഡി നൽകും. പ്രതിദിനം ശരാശരി 3-4 യൂണിറ്റ് വൈദ്യുതി വരെ ഉൽപ്പാദിപ്പിക്കാനാവുന്ന സൌരോർജ്ജ വൈദ്യുത നിലയത്തിന് 92,262 രൂപ സബ്സിഡി ലഭിക്കും. പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഗുണഭോക്താവ് സബ്സിഡി കുറച്ചുള്ള തുക മാത്രം ചെലവാക്കിയാൽ മതി. പത്തനംതിട്ട ജില്ലയിൽ ഇതുവരെ 300ഓളം സൌരോർജ്ജ വൈദ്യുത നിലയങ്ങൾ പദ്ധതിയുടെ ഭാഗമായി നിലവിൽ വന്നിട്ടുണ്ട്. വിമുക്ത ഭടന്മാരുടെ മക്കൾക്ക് എൻട്രൻസ് സ്കോളർഷിപ്പിനുള്ള അപേക്ഷ മെയ് 15 കോട്ടയം ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിൽ സമർപ്പിക്കണമെന്ന് ജില്ലാ സൈനിക ക്ഷേമ ഓഫീസർ അറിയിച്ചു. വില്ലേജ് ഓഫീസുകളിൽ നിന്നുള്ള 23 സർട്ടിഫിക്കറ്റുകൾക്ക് ഈ ഡിസ്ട്രിക്ട് പദ്ധതി പ്രകാരം അക്ഷയ കേന്ദ്രങ്ങൾ മുഖേന അപേക്ഷ നൽകാമെന്ന് പത്തനംതിട്ട ജില്ലാ കളക്ടർ പ്രണബ് ജ്യോതിനാഥ് പറഞ്ഞു. ജില്ലാ ഗവേൺസ് സൊസൈറ്റി യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ ഡിസ്ട്രിക്ട് പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിലവിലുണ്ടായിരുന്ന സാങ്കേതിക പ്രശ്നങ്ങൾ എല്ലാം പരിഹരിച്ചു. ഇന്റർനെറ്റ് കണക്ടിവിറ്റി, സെർവർ, കമ്പ്യൂട്ടർ തകരാറുകൾ തുടങ്ങിയവയ്ക്ക് പരിഹാരം കണ്ടു. ഈ ഡിസ്ട്രിക്ട് പദ്ധതിയുമായി ബന്ധപ്പെട്ട് സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായാൽ അടിയന്തരമായി പരിഹരിക്കുന്നതിന് ജില്ലാ ഇൻഫർമാറ്റിക്സ് ഓഫീസിന്റെ നേതൃത്വത്തിൽ സാങ്കേതിക വിദഗ്ധരുടെ പ്രത്യേക ടീമിനെ നിയോഗിച്ചു.
അപേക്ഷ നൽകുന്നവർ ആവശ്യമായ രേഖകളുമായി വേണം അക്ഷയ കേന്ദ്രങ്ങളിലെത്താൻ. ഈ ജില്ലാ ഫീസായ 17 രൂപയ്ക്ക് പുറമെ സ്കാൻ, പ്രിന്റ് എന്നിവയ്ക്ക് പേജ് 1-ന് 2 രൂപ ക്രമത്തിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ നൽകണം. റവന്യൂ സർട്ടിഫിക്കറ്റുകൾക്ക് പുറമെ പുതുതായി റേഷൻ കാർഡ് എടുക്കുന്നതിനും പേര് ചേർക്കുന്നതിനും പേര് കുറവ് വരുത്തുന്നതിനും അക്ഷയ കേന്ദ്രങ്ങൾ മുഖേന അപേക്ഷ നൽകാം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നൽകുന്ന ജനന മരണ സർട്ടിഫിക്കറ്റുകൾക്കും 2008 മുതലുള്ള വിവാഹ സർട്ടിഫിക്കറ്റുകൾക്കും അക്ഷയ കേന്ദ്രങ്ങൾ മുഖേന അപേക്ഷിക്കാം. ഇലക്ട്രൽ റോൾ അംബാസഡർമാരായി പ്രവർത്തിക്കുന്ന കോളേജ് വിദ്യാർത്ഥികൾ സമിതിദായകരുടെ ദേശീയ ദിനമായ ജനുവരി 25 രാവിലെ 10:30 പത്തനംതിട്ട കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ഹാജരാകണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. നോർക്ക റൂട്ട്സ് ഫെബ്രുവരി 1 രാവിലെ 9:30 മുതൽ ആലപ്പുഴ റോയൽ പാർക്കിൽ പരിശീലന പരിപാടി നടത്തുന്നു. വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്കുള്ള പരിശീലനത്തിൽ വിദേശ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആവശ്യമായ രേഖകൾ, വിദേശ നിയമങ്ങൾ, അവിടുത്തെ സാമൂഹിക സാംസ്കാരിക ചുറ്റുപാടുകൾ, ആചാര മര്യാദകൾ എന്നിവ സംബന്ധിച്ച് വിശദീകരിക്കും. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ നോർക്ക റൂട്ട്സിന്റെ എറണാകുളം റീജിയണൽ ഓഫീസിൽ 100 രൂപ ഫീസ് അടച്ച് പേര് രജിസ്റ്റർ ചെയ്യാം. പരിശീലന ദിവസം ഹോട്ടൽ റോയൽ പാർക്കിലും പേര് രജിസ്റ്റർ ചെയ്യാം. കോഴ്സ് മെറ്റീരിയൽ, സർട്ടിഫിക്കറ്റ്, ഭക്ഷണം എന്നിവ ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് നോർക്ക റൂട്ട്സിന്റെ ഓഫീസിൽ ലഭിക്കും. വേഴപ്ര സെന്റ് പോൾസ് ദേവാലയത്തിലെ വിശുദ്ധ പൗലോസ് ലീഗയുടെ തിരുനാളിന് കൊടിയേറി. ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. അങ്ങയുടെ മഹത്വത്തിനും വിശുദ്ധരുടെ ബഹുമാനത്തിനുമായി നാമത്തിൽ ആശീർവദിക്കണമേ. ഈ പതാക വണങ്ങുന്നവർക്കെല്ലാം അങ്ങയുടെ സഹായം ലഭിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വ്യാഴാഴ്ച വൈകിട്ട് നടന്ന കൊടിയേറ്റ് കർമ്മം ഇടവക വികാരി ഫാദർ ജെയിംസ് മാളിയേക്കൽ നിർവഹിച്ചു. തുടർന്ന് ലതീഞ്ഞ്, മധ്യസ്ഥ പ്രാർത്ഥന, വിശുദ്ധ കുർബാന എന്നിവ നടന്നു. ശനിയാഴ്ച ഫാദർ ജോൺ വടക്കേക്കളത്തിന്റെ നേതൃത്വത്തിൽ കുരിശടിയിലേക്ക് പ്രദക്ഷിണവും തുടർന്ന് കരിമരുന്ന് പ്രകടനവും നടക്കും. തിരുനാൾ ദിനമായ ഞായറാഴ്ച ഫാദർ ജോസഫ് പുരക്കലിന്റെ നേതൃത്വത്തിൽ തിരുനാൾ കുർബാനയും തിരുനാൾ സന്ദേശവും ഫാദർ ചെറിയാൻ കക്കുഴിയുടെ കാർമ്മികത്വത്തിൽ തിരുനാൾ പ്രദക്ഷിണവും നടക്കും. ചടങ്ങുകൾക്ക് തോമസ് വർഗീസ് മുട്ടശ്ശേരി വെള്ളിക്കര, ബിജി ജോർജ് പുലിശ്ശേരി എന്നിവർ നേതൃത്വം നൽകും. പത്തനംതിട്ട നാരങ്ങാനം ഗ്രാമപഞ്ചായത്തിലെ 30-ന് മേൽ പ്രായമുള്ള സ്ത്രീകൾക്കു വേണ്ടി ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം ആവിഷ്കരിച്ച പരിപാടിയുടെ ഭാഗമായി ജനുവരി 24 രാവിലെ 9 മുതൽ നാരങ്ങാനം മാടത്തുംപടി പാർത്ഥസാരഥി വിദ്യാനികേതൻ സ്കൂളിൽ ക്യാൻസർ രോഗ നിർണയ ക്യാമ്പ് നടത്തും. ഇന്ത്യൻ നാവികസേനയിൽ നിന്ന് വിരമിച്ച വിമുക്ത ഭടന്മാരുടെയും ആശ്രിതരുടെയും ക്ഷേമകാര്യങ്ങൾ INS ദ്രോണാചാര്യയുടെ പ്രതിനിധി ജനുവരി 25 രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് 2 വരെ കോട്ടയം ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിൽ വിലയിരുത്തും. സർവീസ് സംബന്ധമായി പരാതിയുള്ളവർ ഈ അവസരം പ്രയോജനപ്പെടുത്തണമെന്ന് ജില്ലാ സൈനിക ക്ഷേമ ഓഫീസർ അറിയിച്ചു. ഇനി ചരമവാർത്തകൾ. വേഴപ്ര കന്നിമേൽ ജോസഫ് വർഗീസ് നിര്യാതനായി 84 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച 10-ന് വേഴപ്ര സെന്റ് പോൾസ് ദേവാലയ സിമിത്തേരിയിൽ. മങ്കൊമ്പ് വള്ളികുന്നത്ത് രതീഷ് നിര്യാതനായി 23 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച 3-ന് വീട്ടുവളപ്പിൽ. ചങ്ങനാശ്ശേരി വെട്ടിത്തുരുത്ത് വട്ടപ്പറമ്പിൽ ജോസ് നിര്യാതനായി 68 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച 3-ന് ചങ്ങനാശ്ശേരി മെത്രോപൊളിറ്റൻ ദേവാലയ സിമിത്തേരിയിൽ. മാമ്പഴക്കരി കരിവേലിത്തറ 30-ൽ ചിന്നമ്മ നിര്യാതയായി 93 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച 3-ന് മാമ്പഴക്കരി ലൂർദ് മാതാ ദേവാലയ കുടുംബക്കല്ലറയിൽ. കാവാലം പടിഞ്ഞാറെ 10-ൽ കൌസല്യ പരമേശ്വരൻ നിര്യാതയായി 85 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച 10-ന് വീട്ടുവളപ്പിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഭൂമിയിൽ ജലമില്ല, പിന്നെ എങ്ങനെ വിതരണം ചെയ്യുമെന്ന് ആഭ്യന്തരമന്ത്രിയുടെ PA ജോൺ തോമസ്. ചോദ്യം മന്ത്രിയുടെ മണ്ഡലത്തിലെ ജനങ്ങളോട്. JSS 6ാം സംസ്ഥാന സമ്മേളനം ജനുവരി 24 മുതൽ 26 വരെ ആലപ്പുഴയിൽ. കേരള വാട്ടർ അതോറിറ്റിയെ വെള്ളത്തിലാക്കരുതെന്നാവശ്യപ്പെട്ട് എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന വ്യാപകമായി ധർണ നടത്തി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.